പ്രിയ വർഗീസിന്റേത് രാഷ്ട്രീയ നിയമനമാണ്. വിശ്വസ്തതയുടെ പാഠപുസ്തകം. പരാതികൾ പരിശോധിച്ചപ്പോൾ നിയമനത്തിൽ സ്വജനപക്ഷപാതം പ്രഥമ ദൃഷ്ട്യാ വ്യക്തമായി. നന്മയുള്ള മനുഷ്യൻ, കർണന് പോലും അസൂയ തോന്നും വിധം KKR കവചം. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ നിയമന കാര്യത്തിൽ പത്തനംതിട്ട കളക്ടറായിട്ടുള്ള ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS-നെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചപ്പോൾ വളരെ പ്രാധാന്യത്തോടെ മറന്നു പോവാൻ പാടില്ലാത്ത വിധം പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്ന് കുറിച്ചു വെക്കുകയാണ് ചെയ്തത്. ഈ അടുത്ത കാലത്തായിട്ട് ചെറിയ ഓർമ്മപ്പിശക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. അപ്പം അതുകൊണ്ട് പ്രധാനപ്പെട്ടതെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊന്ന് കുറിച്ചു വെക്കുകയാണ് ചെയ്തത്. ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ഒരു പ്രയോഗം ഉണ്ടായിരുന്നു, പട്ടരിൽ പൊട്ടരില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ കുറഞ്ഞ പക്ഷം അതൊരു കളക്ടറായിരിക്കും എന്ന് പറയുന്ന നിലയ്ക്കാണ് പഴമൊഴി പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അത് നാട്ടിൻ പുറത്ത് ഓടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതായത് പട്ടരിൽ പൊട്ടരില്ല ഉണ്ടെങ്കിൽ തന്നെ കുറഞ്ഞ പക്ഷം അതൊരു കളക്ടറായിരിക്കും. ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS-നെ കുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോൾ പട്ടരിൽപ്പെട്ട പൊട്ടന്മാരായിട്ടുള്ള ആളുകളുടെ ഗണത്തിലാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS-നെ പോങ്ങൻപ്പെടുത്തിയതെന്നുള്ളൊരു വിചാരം വേണ്ട. മറിച്ചാണ് പോകൻ പറഞ്ഞത്. അതായത് അതിബുദ്ധിമാന്മാരായിട്ടുള്ള ഒരു 10,000 പട്ടന്മാരെ എടുത്തു കഴിഞ്ഞാൽ ആ പട്ടന്മാരുടെ മണ്ടയിൽ അവർ പേറുന്ന സൈദ്ധാന്തിക സിദ്ധി ഒറ്റയ്ക്ക് തന്റെ തലയിൽ ചുമക്കുന്ന ആളാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS. മാത്രമല്ല വേറൊന്നും കൂടിയുണ്ട്, ഒന്നും കാണാതെ പട്ടര് കിണറ്റിൽ ചാടില്ല എന്ന് പറയുന്ന ഒരു പഴമൊഴി കൂടിയുണ്ട്. ഇത് രണ്ടും പട്ടന്മാരുടെ വളരെ സവിശേഷമായിട്ടുള്ള ബുദ്ധിശക്തിയെ സമൂഹത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടി പഴമക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പഴമൊഴികൾ മാത്രമാണ്. അതായത് CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി KK രാഗേഷിനെ നിയമിച്ചുകൊണ്ടുള്ള ഒരു വർത്തമാനം വന്നതിന്റെ പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ദിവ്യയുടെ സാമൂഹ്യ മാധ്യമത്തിലൂടെ ദിവ്യ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട്. അതായത് കർണന് പോലും അസൂയ തോന്നും വിധം ഒരു KKR കവചം എന്നാണ് അവർ പറഞ്ഞത്. അതിന്റെ മറുവശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർണൻ വോട്ടവകാശമുള്ള ഒരു കേരളീയ പൗരനായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദിവ്യക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമായിരുന്നു ഇതിനോടകം. അത്രത്തോളം അധിക്ഷേപാർഹമായിട്ടുള്ള ഒരു പ്രയോഗമാണ് അല്ലെങ്കിൽ ഒരു താരതമ്യമാണ് ഈ KK രാഗേഷിനെ ചേർത്ത് വെച്ചുകൊണ്ട് കർണനുമായിട്ട് ചേർത്ത് സംസാരിച്ചത് തന്നെ അദ്ദേഹത്തിന് കർണന് അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനെ അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്. എന്തായാലും അത്തരം തമാശകളിലേക്കൊന്നും പോകാൻ പോകുന്നില്ല. പകരം വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം പറയാം. ഇത്രയും ബുദ്ധിമതിയായിട്ടുള്ള ഒരു വ്യക്തി എത്രയോ നിസ്സാരമായിട്ടാണ് ആ കളക്ടർ പദവി, അവർ വഹിച്ചുകൊണ്ടിരിക്കുന്ന ആ കളക്ടർ പദവിയെ ഇത്രമാത്രം ചുരുക്കി അവതരിപ്പിച്ചത്. അതിന്റെ മഹത്വത്തെ ഇത്രത്തോളം ചുരുക്കി അവതരിപ്പിച്ചത്. രാവിലെ 9:30 തുടങ്ങി വൈകുന്നേരം 5:30 വരെ വിയർത്തതിന് ശേഷം കൂലിയും വാങ്ങി വീട്ടിൽ പോകാവുന്ന ഒരു പണിയല്ല അവർ ചെയ്യുന്നത്. അവർ കളക്ടറാണ്. കളക്ടർ എന്ന് പറയുന്ന ആ ഒരു പദവിയോട് ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ബഹുമാനമുണ്ട്, പോങ്ങന്റെ ഉള്ളിൽ തോന്നുന്ന ഒരു ബഹുമാനമുണ്ട്, ഒരു ആദരവുണ്ട്. അതിന് ഇടിവ് നൽകുന്ന വിധത്തിലുള്ള പ്രവൃത്തിയാണ് അല്ലെങ്കിൽ പ്രവർത്തനമാണ് നമ്മളുടെ ദിവ്യയിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ കോടതിയിൽ ന്യായാധിപനായി ഒരു മനുഷ്യൻ ചുമതലയേറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മനുഷ്യൻ ഊണിലും ഉറക്കത്തിലും ഒക്കെ ന്യായാധിപൻ തന്നെയാണ്. അദ്ദേഹം അർഹിച്ചാലും ഇല്ലെങ്കിലും ആ ഒരു ബഹുമാനം ആ പദവിയോട് ആ മനുഷ്യൻ തന്നെ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു വിചാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് കളക്ടർ എന്ന് പറയുന്ന ആ ഒരു പദവി. നമ്മുടെ സർക്കാരുകളുടെ നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടുന്ന ഉദ്യോഗസ്ഥന്മാരിൽ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗ പദവി തന്നെയാണ് ഈ കളക്ടർ എന്ന് പറയുന്നത്. എന്ന് കരുതിക്കൊണ്ട് സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ കയറി അഭിപ്രായം പറയുക എന്ന് പറയുന്നത് അതിബുദ്ധി എന്നേ പറയാൻ പറ്റൂ. അങ്ങേയറ്റം മര്യാദ കെട്ട അതിബുദ്ധി. KK രാഗേഷിന്റെ നന്മ വളരെ അടുത്ത് നിന്ന് കണ്ടു മനസ്സിലാക്കിയത് കൊണ്ട് അത് പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് അങ്ങനെ അവതരിപ്പിച്ചതാണെന്നുള്ള മട്ടിലാണ് ഇപ്പോൾ അതിനെ ന്യായീകരിച്ചിരിക്കുന്നത്. ഈ നന്മ എന്ന് പറയുന്ന കാര്യമൊക്കെ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഷേക്സ്പിയർ തന്നെ പറഞ്ഞിരിക്കുന്നത് നന്മ തിന്മ എന്നൊക്കെയുള്ളത് വാസ്തവത്തിൽ വളരെ ആപേക്ഷികമായിട്ടുള്ള ഒന്നാണ്. അത് നമ്മളുടെ ചിന്തകളിലാണത് അതിൻ്റെ നന്മയും തിന്മയും ഒക്കെ ഉണ്ടായി വരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഷേക്സ്പിയർ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. കൃത്യമായിട്ട് എനിക്കതറിയില്ല, ആശയം ഇതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും KK രാഗേഷിന്റെ നന്മ വളരെ അടുത്ത് നിന്ന് കാണാനുള്ള ഭാഗ്യം ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS-ന് ഉണ്ടായിട്ടുണ്ട് തൊഴിൽപരമായി. അത് നിങ്ങളുടെ ഭാഗ്യമാണ്. പോങ്ങന്റെ മനസ്സിലുള്ള ഒരു നന്മ എന്ന് പറഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം അത്ര കണ്ട് നന്മയുള്ള ഒരാളാണോ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളിൽ എനിക്കൊരു സംശയമുണ്ട്. ചില കാര്യങ്ങളിൽ നല്ല പ്രധാനമായും എടുത്തു പറയാവുന്ന ഒരു കാരണം ഇതാണ്, അല്ലെങ്കിൽ അങ്ങനെ സംശയം തോന്നാനുള്ള ഒരു കാരണം ഇതാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി it appears that violation of the law has become the norm. The process of the appointment appears to be case of favoritism and nepotism. A person who is not qualified to be appointed as assistant professor
on prima facie, is being appointed because she is a spouse of the secretary to the chief minister. This is political. There is absolutely no doubt. പ്രിയ വർഗീസ് എന്ന് പറയുന്ന ഒരു അധ്യാപികയുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ വിവാദങ്ങൾ ഉണ്ടായത്. ആ പ്രിയ വർഗീസ് എന്ന് പറയുന്നത് കെ കെ രാഗേഷിന്റെ ഭാര്യയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ, അത്ര നന്മയുള്ള ഒരു പൊതുപ്രവർത്തകനാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംശയം പോലും ജനിപ്പിക്കുന്ന നിലയിലുള്ള ഒരു നീക്കത്തിന് തയ്യാറാവില്ല. ഇനി അവർ അർഹതയുള്ള ഒരാളാണെങ്കിൽ പോലും വിവാദമാകാൻ ഇടയുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വേണ്ട എന്ന് പറയാനുള്ള ചില അതിരുകടന്ന നന്മ തീർച്ചയായിട്ടും കെ കെ രാഗേഷ് പ്രകടിപ്പിക്കുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിചാരം. നന്മയെക്കുറിച്ചുള്ള എൻ്റെ ഒരു സങ്കല്പം അതാണ് നന്മ. കാരണം ഒരു പൊതുപ്രവർത്തകനാണ്. എൻ്റെ ഭാര്യയേക്കാൾ കൂടുതൽ അർഹതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഭാര്യ കാരണം അവർക്കുള്ള അവസരം നഷ്ടപ്പെട്ടു പോകരുത് എന്ന് പറയുന്ന ചിന്ത വെച്ച് പുലർത്തുന്ന ഒരാളായിരിക്കും നന്മയുള്ള ഒരാൾ. അല്ലാതെ വിവാദമാകുന്ന ഒരു വിഷയത്തിൽ പോലും കടിച്ചു തൂങ്ങിക്കൊണ്ട് എൻ്റെ ഭാര്യ അർഹതയുള്ള ഒരാളാണ്, നേരായ മാർഗത്തിലാണ് ഇത് പ്രവേശനം ലഭിച്ചിരിക്കുന്നത്, ഇത് പിൻവാതിൽ പ്രവേശനമല്ല എന്ന് അത്ര ഉറപ്പുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് ഉള്ള ശ്രമം നടത്താതിരിക്കുക എന്ന് പറയുന്ന ഒരു നന്മയുടെ ഭാഗം തന്നെയാണ്. എൻ്റെ കാഴ്ചയിലുള്ള നന്മകൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നന്മയെക്കുറിച്ച് അവിടെ അത്രയും ഞാൻ പറയുന്നുള്ളൂ. പിന്നെ പറയുന്നത് വിശ്വസ്തതയുടെ പാഠപുസ്തകം എന്നാണ്. ഈ വിശ്വസ്തതയുടെ പാഠപുസ്തകം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ കെ കെ രാഗേഷിന്റെ വിശ്വസ്തതയെ അത്രമാത്രം അടുത്ത് നിന്ന് കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തൊഴിൽ സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ദിവ്യ അങ്ങനെ ഒരു വർത്തമാനം പറയുന്നത്. ശരി, ആയിക്കോട്ടെ, അതും മനസ്സിലാക്കാം. പക്ഷേ ഈ വിശ്വസ്തത എന്ന് പറയുമ്പോൾ അതും നമ്മളൊരു കുറച്ച് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട കാര്യമല്ലേ? കാരണം നമ്മുടെ അറിവിൽ ഏറ്റവും അധികം വിശ്വസ്തതയും കൂറുമൊക്കെ ഉള്ള ഒരു മൃഗം എന്ന് പറയുന്നത് നായയാണ്. ഒരു നായയ്ക്ക് തുല്യമായിട്ടുള്ള വിശ്വസ്തത പേറുന്ന ഒരു മനുഷ്യനാണ് കെ കെ രാഗേഷ് എന്ന് ദിവ്യയ്ക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കാൻ മാത്രമുള്ള ഒരു വ്യക്തി പരിചയം കെ കെ രാഗേഷുമായിട്ട് എനിക്കില്ല. പക്ഷെ എൻ്റെ ഒരു ചോദ്യം ഇതാണ്: ഒരു നായയോളം വിശ്വസ്തത പേറുന്ന അല്ലെങ്കിൽ നായയേക്കാൾ ഗംഭീരമായിട്ടുള്ള വിശ്വസ്തത പ്രകടിപ്പിക്കുന്ന ഒരു മൃഗമാണ്, അല്ലെ, ഒരു മനുഷ്യനാണ് കെ കെ രാഗേഷ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ആരോടാണ് കൂറ് കാണിക്കുന്നത്? ഒരു തസ്കര ശ്രേഷ്ഠന്റെ നായ അദ്ദേഹത്തിന്റെ യജമാനനായിട്ടുള്ള തസ്കരനോടാണ് വിശ്വസ്തത പുലർത്തുന്നത് എങ്കിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തത ഉപയോഗപ്പെടുന്നത്, പ്രയോജനപ്പെടുത്തുന്നത് ഒരു തസ്കര ശ്രേഷ്ഠനാണ് എന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിന് എത്രത്തോളം ഗുണമാകും ആ വിശ്വസ്തത കൊണ്ട്? അവിടെയാണ് എനിക്ക് സംശയമുള്ളത്. അതുകൊണ്ട് വിശ്വസ്തതയും ഈ രാഗേഷ് പേറിക്കൊണ്ടിരിക്കുന്ന സവിശേഷമായിട്ടുള്ള വിശ്വസ്തതയും പൊതുസമൂഹത്തിന് ഗുണമാകുന്നതാണോ എന്ന് പറയുന്ന ഒരു സംശയം തീർച്ചയായിട്ടും പോകാൻ വെച്ച് പുലർത്തുന്നുണ്ട്. അതുകൂടി ദിവ്യയെ ഒന്ന് അറിയിച്ചു എന്ന് മാത്രം. കാരണം ദിവ്യയ്ക്ക് ഒരാളുടെ നന്മയെക്കുറിച്ച് ബോധ്യമുള്ളപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തൻ്റെ പദവി മറന്നുകൊണ്ട് സംസാരിക്കാൻ യാതൊരു മടിയും തോന്നുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദിവ്യ എന്ന് പറയുന്ന വ്യക്തി പേറുന്ന ഒരു നന്മയെപ്പറ്റിയുള്ള പോങ്ങന്റെ ധാരണകൾ, പോങ്ങനെ പോലെ ഒരാൾക്ക് പ്രത്യേകിച്ച് പദവികളുടെ യാതൊരു വിധത്തിലുമുള്ള ഭാരവും ഇല്ലാത്തൊരു ആസുരവുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് സധൈര്യം അത് പറയാമല്ലോ. ഞാനത് പങ്കിടുക ചെയ്യുന്നത്. എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ ദിവ്യയുടെ ഇത്തരം ചില പ്രകടനങ്ങളിൽ നല്ല സംശയമുണ്ട്. ബുദ്ധി അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ ആ കുബുദ്ധിയാകുന്ന നിലയിൽ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഒരു പൗരൻ എന്ന നിലയിൽ അംഗീകരിക്കാനും ആസ്വദിക്കാനും കഴിയില്ല എന്നുള്ളത് ഈ സാമൂഹ്യ മാധ്യമ സാഹചര്യം എനിക്ക് ഗൂഗിൾ ഒരുക്കി തന്നതുകൊണ്ട് അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഞാൻ തീർച്ചയായിട്ടും സമൂഹ സമക്ഷം ആ അഭിപ്രായങ്ങൾ പങ്കിടുകയാണ് ചെയ്യുന്നത്. എനിക്കിനി പറയാനുള്ളത്, അപ്പോൾ വിശ്വസ്തത അങ്ങനെ പോയി, നന്മ അങ്ങനെ പോയി. നമുക്ക് പിന്നെ കർണന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഈ കർണനെ പോലും അസൂയ തോന്നിപ്പിക്കുന്ന വിധം ഒരു KKR കവചമാകുന്നത് ആർക്കാണ്? പാർട്ടിക്കാണോ ആകുന്നത്? പിണറായിക്കാണോ ആകുന്നത്? ഇത് ആർക്കാണ് ഇദ്ദേഹം ഒരു കവചമാകുന്നതെന്ന് കൂടി തീർച്ചയായിട്ടും ദിവ്യ ഒന്ന് വ്യക്തമാക്കേണ്ടതായിരുന്നു എന്ന് പറയുന്ന ഒരു ചിന്ത കൂടി പോങ്ങന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാനത് പറയാൻ വിട്ടുപോയി നേരത്തെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെയായി. അപ്പോൾ പിന്നെ ഇതിനു മുന്നേ ദിവ്യ കുറച്ച് നാളുകൾക്ക് മുൻപ് പോങ്ങന്റെ ശ്രദ്ധയിൽ വന്നിരുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നവീൻ ബാബു മരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിവ്യ ഒഴുക്കിയ കണ്ണുനീർ തീർച്ചയായിട്ടും പോകാൻ കണ്ടിരുന്നു. നല്ല ഓർമ്മയുണ്ട് കാര്യം. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ദിവ്യയുടെ ഒരു ശുദ്ധത, നിഷ്കളങ്കത, നന്മ, അങ്ങനെയൊക്കെ ഒരു ധാരണ പരത്താൻ പറ്റുന്ന നിലയിൽ തന്നെയാണ് ദിവ്യ ആ ഒരു കരച്ചിൽ കരഞ്ഞത്. ഇപ്പൊ പക്ഷെ ഈ KK രാഗേഷിനെ ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ട് ദിവ്യ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവതരിപ്പിച്ച് കണ്ടപ്പോൾ എനിക്കൊരു സംശയം, ആ കണ്ണുനീരിൽ എനിക്കൊരു സംശയം. കാരണം നവീൻ ബാബു എന്ന് പറയുന്ന
ആ വ്യക്തിക്കുണ്ടായിട്ടുള്ള ദുരനുഭവത്തെ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ ഒരു സമൂഹത്തിൽ നിന്ന് അദ്ദേഹം ഇത്രമാത്രം ഒരു മോശമായ അനുഭവം പേറിക്കൊണ്ട് മരണപ്പെട്ടു പോയിട്ടുള്ളതിലുള്ള ദുഃഖം കൊണ്ടാണോ ആ കരഞ്ഞത്? അതോ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെ ഓർത്തുകൊണ്ട് അവരുടെ ആ സഹതാപം അർഹിക്കുന്ന നിലയിലുള്ള ഇനി മുന്നോട്ട് വരാനിരിക്കുന്ന അവരുടെ ആ ഒരു ജീവിതത്തെ പ്രതി ആണോ ദിവ്യ കണ്ണുനീരൊഴുക്കിയത്? എന്തിനെ ഓർത്താണ് എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അത് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ കണ്ണുനീരല്ലേ, സാമൂഹ്യ മാധ്യമങ്ങൾ കാണാൻ വേണ്ടി ഒഴുക്കിയ കണ്ണുനീരല്ലേ എന്ന സംശയം എനിക്ക് തോന്നിപ്പോവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രമാത്രം നന്മയെക്കുറിച്ചൊക്കെ വേവലാതിപ്പെടുന്ന ദിവ്യ, അല്ലെങ്കിൽ ഒരാളുടെ നന്മയുള്ള ഒരാളെ സമൂഹം തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സവിശേഷമായിട്ടുള്ള ആ നന്മ തിരിച്ചറിയൽ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കെ രാഗേഷിൻ്റെ നന്മ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അങ്ങനെ പ്രദർശിപ്പിച്ചു വെക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം ദിവ്യ നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് നവീൻ ബാബു എന്ന് പറയുന്ന വ്യക്തിയെ കൊലയ്ക്ക് കൊടുത്തു എന്ന് സംശയം തോന്നിപ്പിക്കുന്ന വിധത്തിൽ മൂക്കൂരിക്കൊണ്ട് ഒരു കളക്ടർ അവിടെ ഇരിപ്പുണ്ടായിരുന്നില്ലേ? ആ ലേഡി കാലൻ വന്ന് പ്രസംഗിച്ചപ്പോൾ ഒരു കസേര ഒഴിച്ചിട്ടുകൊണ്ട് അവരോട് മറുത്തൊരു വാക്ക് പോലും പറയാതെ മൂക്ക് പിഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ ചെയ്തത്? അതോ ഈ CPM നേതാക്കളുടെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടത്ര ഒരു സഹകരണ ബുദ്ധിയോടുകൂടി നിന്നില്ല എന്നുണ്ടെങ്കിൽ നവീൻ ബാബുവിൻ്റെ ഗതി നമുക്കൊക്കെ വന്നു പോകുമെന്ന് പറയുന്ന ഒരു ബുദ്ധിയിൽ നിന്ന്, അതല്ലെങ്കിൽ ആലോചനയിൽ നിന്നാണോ ഇത്തരം തരം താണ പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നത്? നിങ്ങളൊക്കെ സഹപ്രവർത്തകരാണല്ലോ. എന്തുകൊണ്ട് ആ മൂക്കൂരി കളക്ടറോട് ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് എന്തുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നില്ല? എന്തിനധികം പറയണം, നമ്മുടെ കളക്ടർ ബ്രോ പ്രശാന്ത് ഇല്ലേ, അദ്ദേഹം ഈ സർക്കാരിൻ്റെ ചില നടപടികൾ കാരണം അനുഭവിക്കുന്ന കഷ്ടതകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? എന്തുകൊണ്ടാണ് ആ മനുഷ്യന്, നിങ്ങൾക്ക് IAS-കാരല്ലേ, എന്തുകൊണ്ട് ആ മനുഷ്യന് വേണ്ടി അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന നിലയിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്താത്തത്? അതോ ഇനിയിപ്പോൾ കെ രാഗേഷിലുള്ളത്ര നന്മ പ്രശാന്തിൽ കാണാത്തത് കൊണ്ടാണോ ദിവ്യ തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറയാത്തത്? നിങ്ങളൊക്കെ സഹപ്രവർത്തകരും സമാന വിദ്യാഭ്യാസ സമ്പത്തൊക്കെ നേടിയെടുത്തവരുമല്ലേ, എന്നിട്ട് എന്തേ ദിവ്യ പ്രശാന്തിനെ കുറിച്ചൊന്നും പറയാത്തത്? എന്നിട്ട് എന്തുകൊണ്ടാണ് ദിവ്യ നമ്മുടെ മൂക്കൂരി കളക്ടറിനെ ഒന്ന് വിമർശിച്ചുകൊണ്ട് ഒരു കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടാത്തത്? ഇതൊക്കെ തീർച്ചയായിട്ടും ദിവ്യയുടെ ബുദ്ധിയെ മാനിക്കുമ്പോഴും ദിവ്യയിലുള്ള നന്മയെ അത്ര കണ്ട് മാനിക്കാൻ കഴിയാത്ത നിലയിലുള്ള ചില ചിന്തകൾ പോങ്ങൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുതരുന്നുണ്ട് എന്നാണ് പോങ്ങൻ പറയുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഈ ഭർത്താവിനെ ഇനിയിപ്പോൾ അരുവിക്കര കടത്താനുള്ള പരിശ്രമത്തിൻ്റെ അടവ് നയത്തിൻ്റെ ഭാഗമാണോ ഇത്തരം പുകഴ്ത്തലുകൾ, പ്രശംസകൾ, ഇത്തരം നന്മ കണ്ടെത്തൽ, ഇത്തരം വിശ്വസ്തതയുടെ പാഠപുസ്തക വായനയൊക്കെ നടത്തുന്നത്? അതുകൊണ്ടാണോ എന്നറിയില്ല. ഭർത്താവിനെ വിജയകരമായി അരുവിക്കര കടത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഭാര്യ എന്ന നിലയിൽ ഇതുപോലുള്ള വർത്തമാനങ്ങൾ പറയുന്നതിനകത്ത് പോങ്ങൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു കളക്ടർ പദവിയിൽ ഇരുന്നു കൊണ്ട് ദിവ്യ ഇതുപോലുള്ള രീതികൾ പിന്തുടരുന്നത് അത്ര കണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് നല്ല കാര്യമാണ്. കാരണം സമീപഭാവിയിൽ ദിവ്യ അനുഭവിക്കാൻ പോകുന്ന, കരസ്ഥമാക്കാൻ പോകുന്ന നേട്ടങ്ങൾ തീർച്ചയായിട്ടും നമ്മളോട്, സമൂഹത്തോട് വിളിച്ചു പറയും. എന്താണ് ഇത്തരം വർത്തമാനങ്ങളുടെ, ഇത്തരം അടവ് നയങ്ങളുടെ, ഇത്തരം നയബുദ്ധിയുടെ പ്രയോജനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാനുള്ള സാഹചര്യം സമീപഭാവിയിൽ ദിവ്യ കരസ്ഥമാക്കാൻ പോകുന്ന നേട്ടങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിൽ നിന്ന് പൊതുസമൂഹം മനസ്സിലാക്കേണ്ട, രാഷ്ട്രീയ കേരളം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി അറിയാൻ പറ്റൂ എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഭർത്താവിനോടൊപ്പം താമസിച്ചും മറ്റും ഇനി എന്താണ് കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള ഒരു അതിജീവന സാധ്യത എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണോ ഇനിയും ഇടതുപക്ഷം തന്നെയാണ് ഇനി ഇവിടെ കേരളത്തിൽ വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടുന്ന ചില സൂത്രപ്പണികൾ ചെയ്തുകൊണ്ട് അവരെ സന്തോഷിപ്പിച്ച് സ്വന്തം ഔദ്യോഗിക ജീവിതത്തിന്, വ്യക്തി ജീവിതത്തിനുമൊക്കെ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണോ ഇതെന്ന് പോലും അറിയില്ല. അങ്ങനെ സംശയിക്കാവുന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. എന്തൊക്കെ പറഞ്ഞാലും ആത്യന്തികമായി എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS തൻ്റെ പദവിയെ മറന്നുകൊണ്ട്, മാനിക്കാതെ, അല്ലെങ്കിൽ അതിൻ്റെ മഹത്വത്തെ, പ്രാധാന്യത്തെ ചുരുക്കി അവതരിപ്പിക്കുന്ന നിലയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നത് അത്ര കണ്ട് ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു സത്യം പോങ്ങൻ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം രാവിലെ 9:30 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ വിയർത്തതിന് ശേഷം കൂലിയും വാങ്ങി വീട്ടിൽ ചെന്ന് സ്വകാര്യ ജീവിതം നയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ജോലിയാണ് ഈ കളക്ടർ ഉദ്യോഗം എന്ന് പറയുന്ന ചിന്ത പോങ്ങനെ സംബന്ധിച്ചില്ല. പോങ്ങൻ IAS കാരനല്ലാത്തത് കൊണ്ടാവാം, പോങ്ങൻ്റെ തലയിൽ
പട്ടന്മാർക്ക് തുല്യമായിട്ടുള്ള സവിശേഷ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ. പക്ഷേ കളക്ടർ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തിന്, ആ പദവിക്ക് തീർച്ചയായിട്ടും ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ അത്യാവശ്യം ബഹുമാനം നൽകുന്നുണ്ട്. സർക്കാരിൻ്റെ നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ തീർച്ചയായിട്ടും ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിനും അപ്പുറത്തേക്ക് സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിലും അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരുടെ വ്യക്തിപരമായിട്ടുള്ള നന്മയും അല്ലെങ്കിൽ അവരുടെ വിശ്വസ്ത പ്രകടന ശേഷിയും ഒക്കെ വിലയിരുത്തി സമൂഹത്തിന് മുന്നിൽ മാർക്കിടുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് അല്പത്തരമാണെന്ന് മാത്രമാണ് പോങ്ങനെ പറയാനുള്ളത്. പിന്നെ ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS വ്യക്തിപരമായ ഒരു കാര്യം പറയാം. നിങ്ങൾ വളരെ സ്വാധീനശേഷിയുള്ള ഒരു വ്യക്തിയാണ്. എല്ലാ നിലയിലും നിങ്ങൾക്ക് കരുത്തുണ്ട്. നിങ്ങൾക്ക് മാനനഷ്ടം വന്നു എന്നും പറഞ്ഞുകൊണ്ട് പോങ്ങനെതിരെ നിങ്ങൾ നീക്കങ്ങളൊന്നും നടത്തരുത്. ഈ പോങ്ങന്റെ 1 മാസത്തെ ജീവിത ചിലവ് നേരെ ചൊവ്വേ നടത്തിക്കൊണ്ടു പോകാൻ പോലുമുള്ള വക ഇവിടുന്ന് കിട്ടുന്നില്ല. പോങ്ങന് തൊഴിലില്ല, പോങ്ങൻ സ്ത്രീധനം വാങ്ങി കല്യാണം കഴിച്ചിട്ടില്ല, പോങ്ങന്റെ കൈവശം ഒന്നുമില്ല. നിങ്ങളുടെ മാനത്തിന് പകരം തരാൻ ഒന്നുമില്ല പോങ്ങന്റെ കൈവശം. ഈ ജീവൻ മാത്രമേ ഉള്ളൂ, അതിനും വിലയൊന്നുമില്ല. അവയവങ്ങൾ പോലും ഇത്രയും കാലം ജീവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതൊന്നും ഉപയോഗത്തിൽ കൊള്ളിക്കാവുന്ന ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അതുകൊണ്ട് സമ്പൂർണ്ണ ദരിദ്രനായിട്ടുള്ള, വെറും പാപ്പരായിട്ടുള്ള, ഔദ്യോഗികമായി പാപ്പർ എന്നുള്ള ഒരു അംഗീകാരം സർക്കാർ എനിക്ക് നൽകിയിട്ടില്ല എങ്കിൽ പോലും സാമ്പത്തിക സാഹചര്യം വെച്ചുകൊണ്ട് എന്നേ പോങ്ങൻ പാപ്പരാണ്. അതുകൊണ്ട് എന്നെ ഉപദ്രവിക്കരുത്. പറഞ്ഞുപോയി, മനസ്സിലുള്ളത് പങ്കിട്ടുപോയി. നിങ്ങളും അതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്, അല്ലേ? 2-3 വർഷക്കാലം KK രാഗേഷിൻ്റെ നന്മ അടുത്ത് നിന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത പ്രകടന സിദ്ധി മനസ്സിലാക്കിയെടുത്ത് അത് സമൂഹത്തിന് മുന്നിലേക്ക് വളരെ ആത്മാർത്ഥമായി അവതരിപ്പിച്ചു. അതുപോലെ തന്നെ നിങ്ങളുടെ ഇത്തരം പ്രകടനങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് മുന്നിലായി സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരമൊരു സാങ്കേതിക സാഹചര്യം ഗൂഗിൾ ഒരുക്കി തരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്തിനാണ് വേണ്ടതെന്ന് വെക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അങ്ങ് പങ്കിട്ടു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദയവായി നിങ്ങളുടെ മാനത്തെ മാനിക്കുന്നു, നിങ്ങളുടെ തീർച്ചയായിട്ടും സത്കീർത്തിയെ മാനിക്കുന്നു. നിങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള തളർച്ചയും ഉണ്ടാവരുത് എന്ന് പറയുന്ന ആത്മാർത്ഥമായ ആഗ്രഹവും പ്രാർത്ഥനയും പോകാനുണ്ട്. പക്ഷേ എൻ്റെ വാക്കുകളെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ മാനം ഒരു തരത്തിലും, ആ മാനത്തിന് ഒരു പരിക്കും ഞാൻ ഏൽപ്പിച്ചിട്ടില്ല, അങ്ങനെ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്നേക്കാൾ ബുദ്ധിയുമുണ്ട്, എന്നേക്കാൾ മാനവുമുണ്ട്. നിങ്ങളുടെ മാനത്തിന് പകരം വെക്കാൻ ഒന്നും എൻ്റെ കൈവശമില്ല. ക്ഷമിക്കുക. Case of favoritism and nepotism.